നിർത്താതെ ഒരാൾ അതേ സ്ഥലത്തിരിക്കുമ്പോൾ മനക്കേണ്ട ഈ ദുആ അവനുണ്ടാവും. അതുപോലെ തന്നെ വുദൂ നഷ്ടപ്പെടാതെ, വുദൂ ബാത്തിലാകാതെ ഇരിക്കുകയാണ്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസ് ഈ ബാബിൽ ഇഖ്ലാസിന്റെ ബാബിൽ കൊണ്ടുവന്നത് നമ്മുടെ നിയ്യത്താണ്. നിസ്കാരത്തിന്റെ ലക്ഷ്യം മാത്രം വെച്ച് പുറപ്പെട്ടു, ആ ഫضل അവനുണ്ട്, ആ നടത്തത്തിന്റെ ഫضل അവനുണ്ട്. പിന്നെ പള്ളിയിൽ നിസ്കാരം മാത്രം ലക്ഷ്യം വെച്ച് കാത്തിരുന്നു, അതിനും പ്രതിഫലമുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരുന്നു, അതിനും പ്രതിഫലമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെ നന്മ ചെയ്യാനുള്ള അമലുകൾ ചെയ്യാനുള്ള നിയ്യത്തിന് പ്രതിഫലമുണ്ട്. നേരെ തിരിച്ച് ഒരു മുഅ്മിനായ ഒരാൾ തിന്മ ചെയ്യാൻ, ഒരു ഹറാമ് ചെയ്യാൻ നിയ്യത്താക്കി, മനസ്സിൽ ആഗ്രഹം വന്നു, ഉദ്ദേശം വന്നു, ആ ഉദ്ദേശത്തിന്റെ പേരിൽ അല്ലാഹു അവനെ ശിക്ഷിക്കുക. അത് ചെയ്താലോ ഒരു ഒറ്റ ശിക്ഷയാണ്. ഒരു മുഅ്മിനായ അമൽ ചെയ്യാൻ, നന്മ ചെയ്യാൻ നിയ്യത്ത് വെച്ചു, ആ നിയ്യത്തിന് പ്രതിഫലമുണ്ട്, കൂലിയുണ്ട്. അത് ചെയ്താലോ 10 ഇരട്ടി പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ വലിയ റഹ്മത്താണ് ഈ ഉമ്മത്തിനുള്ളത്. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ വാരിക്കോരി തരും. കാരണം നമ്മൾ നോക്കുന്നത്, മുമ്പത്തെ ഹദീസ് വായിച്ചു, ഒന്നുമില്ല ഖുലൂബിക്കും, അത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, നിങ്ങളുടെ നിയ്യത്തിലേക്കാണ് നോക്കുന്നത്. ഇതാണ് ഹദീസുമായിട്ടുള്ള ബാബിന്റെ ബന്ധം. ബാക്കി ഹദീസ് നാളെ വായിക്കാം. اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.